ഹായ്. നമ്മുടെ രാജ്യത്ത് നിഷേധിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഭരണഘടന വരുന്നതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ പല കാര്യങ്ങളിലും ഇവിടെ ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല എന്ന നിഷേധാത്മകമായി കുറേയധികം കാര്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ഇന്ന് നടന്ന ഒരു വൾഗറിസമാണ് നമ്മളുടെ സബ്ജക്റ്റ്. ആസിഫ് അലിക്ക് നേർപ്പെട്ട ആ ഒരു വേദനാജനകമായ ഒരു ഇൻസിഡൻറ്റ്. ഒരു വ്യക്തിയെ എത്രത്തോളം അധിക്ഷേപിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കയറിയ അയാൾ അതിൽ അധിക്ഷേപിച്ചിരിക്കുകയാണ്. അധപ്പതനം എന്നല്ല പറയുക, അധിക്ഷേപം. അത്രത്തോളം അധിക്ഷേപമാണ് അയാൾ ഏറ്റുവാങ്ങിയത്. താൻ നേടിയതൊന്നും താൻ നേടിയതല്ല, താൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അത്രയും മോശമായ ഒരു അവസ്ഥ അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാം. പക്ഷേ വരും കാലഘട്ടങ്ങളിൽ ഒരുപാട് പേർക്ക് അനുഭവിക്കാനുള്ള ഒരു തുറപ്പാണ്, അതായത് ഒരു ഓപ്പണിംഗ് ആണ് അത് എന്നുള്ളത് വസ്തുത. ഇനി ആസിഫ് അലി അനുഭവിച്ച വേദന നമുക്കൊന്ന് വിലയിരുത്താം. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക എന്നുള്ളത്. ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാല്യൂമില്ല. ഞാൻ ഈ രാജ്യത്തെ വെറും ഒരു പൗരൻ എന്ന് പോലും പറയാൻ അവകാശമില്ലാത്ത ഒരാളാണ്. അതിനപ്പുറം എനിക്ക് യാതൊരു മൂല്യങ്ങളോ വാല്യൂ ഒന്നുമില്ല. എൻ്റെ എഡ്യൂക്കേഷൻ നോട്ട് വാലിഡ്, എൻ്റെ വെൽത്ത് നോട്ട് വാലിഡ്, ഒന്നും തന്നെ വാലിഡ് അല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏതോ ഒരു രാജ്യത്താണ്. അങ്ങനെ ഒരു ജീവിതം ഇവിടെ ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത് ലിറ്ററലി അയാളെ പബ്ലിക്കായി കൊന്നു കളയുന്നതിന് തുല്യമുള്ള ഒരു സംഗതിയാണ്. താനെന്തോ സംഭവമാണെന്ന് തോന്നുന്ന ഒരു രീതി കലാകാരന്മാർക്ക് പൊതുവിലുണ്ട്. ശരിയാണ്, എല്ലാവർക്കും കലയൊന്നും വരത്തില്ല, വലിയ പാടാണ്. കലാകാരന്മാർ അനുഗ്രഹീതരാണ്, അത് ശരിയാണ്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള മനുഷ്യർ തന്നെയാണ്. അങ്ങനെയുള്ളവർ പെട്ടെന്ന് തിരസ്കരിക്കപ്പെടുമ്പോഴും ഇതുപോലെ ഇകഴ്ത്തപ്പെടുമ്പോഴും അനുഭവിക്കുന്ന വേദന തീവ്രമാണ്, ഭയാനകമാണ്. ഈ പറയുന്ന വ്യക്തി ചെയ്ത ഏറ്റവും മോശമായ ഒരു പ്രവൃത്തി അത് ഒരിക്കലും കണ്ടു നിൽക്കുന്ന ആർക്കും തന്നെ അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും, തനിക്ക് തെറ്റുപറ്റിയെന്നും മാപ്പ് പറയണം, പാപ്പ് പറയുന്നുവെന്നും, അല്ലെങ്കിൽ എന്നെ അല്ല, അവിടുത്തെ സംഘാടകരാണ്, അവരെന്നെ വിളിച്ചത് അങ്ങനെയാണ്, മകൾ വിളിച്ചിട്ട് പോയതാണ്, പറഞ്ഞ പേരിൻ്റെ ഡിഫറൻസ്, ഇതൊക്കെ പറയുമ്പോഴും ഇയാളുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പലരും കൊണ്ടുവന്ന് വലിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, അടിമത്തം ഉണ്ടായിരുന്നില്ല, ഉച്ചനീചത്വം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. മുന്നിലുണ്ടായിരുന്ന ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് ശ്വസിക്കണം, ഞങ്ങളുടെ അനന്തരാവകാശികൾക്ക് സന്തോഷത്തോടെ അടിമയല്ലാതെ ജീവിക്കാനുള്ള അവകാശം വേണം, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്നാണ് പറഞ്ഞത്. എത്ര പേർക്കറിയാം, ക്വിറ്റ് ഇന്ത്യക്ക് ശേഷം തന്നെ എത്രയോ നാളുകൾക്കിപ്പുറം ഇവർ 100 വർഷത്തോളം പൊരുതിയിട്ട് കിട്ടാതിരുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇസ്ലാമിയർ വേണ്ടി വന്നിരുന്നു. എത്രമാത്രം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ മൗലവിമാരെ സമീപിക്കുകയും മഹാത്മാഗാന്ധി ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് രീതിയിൽ കോംപ്രമൈസ് ടോക്കും കോൺവെർസേഷനും ഒക്കെ നടത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ പറയുന്ന സമൂഹത്തെ ഒന്നിച്ചു നിർത്തി അവരുടെ സപ്പോർട്ടോടു കൂടി ഈ വിജയം സാധിച്ചെടുത്തത്. അവർക്ക് നൊന്തു എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിൽ അവർ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അത് ചെയ്തു. എന്ത് രീതിയിലാണ് അവർക്ക് ബാധിപ്പുണ്ടായിരുന്നെന്നും കൂടെ പറയാമോ? മറ്റു മതവിഭാഗങ്ങളെക്കാൾ സെക്യൂർ ആയിരുന്നു ഇസ്ലാമിയർ. അവരിവിടെ വന്നവരായിരിക്കാം, വന്നു ചേർന്നവരായിരിക്കാം, പക്ഷേ അവരുടെ താഴ്വഴിയിലുള്ളവരാരും ഇവിടെയില്ല. ഇവിടെയുള്ള മനുഷ്യർ മതം മാറിയതാണ്. ഇവിടെയുള്ള മനുഷ്യർ ഉച്ചനീചത്വം താങ്ങാനാകാതെ മറ്റു മതങ്ങളിൽ അട്രാക്റ്റീവായി അതിലേക്ക് ചേർന്നവരാണ്. അവരെ വരത്തന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങൾ എവിടെയുള്ളതാണ്? ഈ നാട്ടിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന് പറയുന്ന ആദിവാസി സമൂഹമാണ്. നിങ്ങൾ ആദിവാസികളെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഉച്ചനീചത്വം പറയുന്ന ഇവർക്ക് ആദിവാസി സമൂഹത്തിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവരെ ഷെഡ്യൂൾ കാസ്റ്റായിട്ടും അല്ലെങ്കിൽ മറ്റൊരു ലെവലിലുമായി മാത്രം കൺസിഡർ ചെയ്യുന്ന വ്യക്തിഗത മനോഭാവമുള്ള മനുഷ്യർ നമുക്കിടകളിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ജാതീയത അത് ഭീകരമാണ്. ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ പറ്റാത്ത ഒരുതരം വൾഗറായിട്ടുള്ളൊരു ക്യാൻസറിനേക്കാൾ പടുപേമാരി അല്ലെങ്കിൽ മോശമായ ഒരു സംഗതിയാണ് ഈ പറയുന്ന ജാതി മതം. പണ്ട് മനുഷ്യൻ തൊഴിലന്വേഷിക്കുന്ന സമയത്ത് അവരുടെ തൊഴിലടിസ്ഥാനത്തിൽ ജാതിയത്തെ വേർതിരിച്ചിരുന്നു. ഇന്ന തൊഴിൽ ചെയ്യുന്നവർ ഇന്ന ജാതി എന്ന രീതിയിൽ. ഇപ്പോൾ ഒരു വൈദ്യൻ്റെ മകൻ വൈദ്യനാകും എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. എല്ലാ വിഭാഗീയതകളും മാറി ഏതെങ്കിലും ഒരു താഴ്ന്ന സമൂഹം എന്ന് ഇവർ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉയർന്ന സമൂഹത്തിൽ ചെയ്യുന്നവർ ചെയ്യുന്ന പണി ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇവരുടെ വേർതിരിവാണ്. എനിക്കങ്ങനെ ഒരു ഭാഗമില്ല എന്നുള്ളത് വസ്തുത. ഉച്ചനീചത്വങ്ങൾ, താഴ്ച, ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ പറയുന്നത് തെറ്റായ നടപടിയാണ്. അതായത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ ചില വീഴ്ചകൾ, ചില മാറ്റൽ, ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നാലും ഗവൺമെൻറ് സംവിധാനങ്ങളിലേക്കായിരുന്നാലും ഇന്ത്യയുടെ ഏത് അധികാര കേന്ദ്രങ്ങളിൽ ചെന്നാലും ഒരേ നിലവാരം തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും. കാരണം വി ഓൾ ആർ ഇന്ത്യൻസ്. നമ്മൾ ഒരു രാജ്യത്തെ പൗരന്മാരാണ്. അതിൽ അംബാനി എന്ന് പറയുന്നത് ഇവിടുത്തെ കോടീശ്വരനാണ്.
ആ കോടീശ്വരനിക്കുള്ള അതേ പവർ, അതേ ഇത് നമുക്കുമുണ്ട്. ഒരു വ്യത്യാസവുമില്ല. ആരെന്ത് പറഞ്ഞാലും ഇതിനകത്ത് ഒരു തർക്കവും വേണ്ട. അംബാനിക്കുള്ള അതേ റൈറ്റ്സ് നമുക്കുമുണ്ട്. ഇസഡ് കാറ്റഗറി അയാളുടെ പണത്തിന് കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ്. അല്ലാതെ നമ്മളൊരു പൗരനായി ഏതെങ്കിലും വിദേശ രാജ്യത്ത് പെട്ടുകിടന്നാൽ അംബാനിക്കുള്ള അതേ റൈറ്റ്സ് തന്നെ എനിക്കും ഉണ്ടാവും. എന്നെ അവിടുന്ന് സേവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എൻ്റെ രാജ്യം കച്ചകെട്ടി ഇറങ്ങുമെന്നുള്ളത് തർക്കമേ വേണ്ട. ഇത്രയൊന്നും വാചാലമായിട്ട് പറയേണ്ട കാര്യമില്ല. അയാൾ കുറേ സോറി പറയുന്നു, മാപ്പ് പറയുന്നു, തനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയുന്നു. നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിതൊരിക്കലും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാറില്ല. തീർച്ചയായിട്ടും ആസിഫ് അലിയെ ഇത്രയധികം മോശമായി മ്ലേച്ഛമായി അധിക്ഷേപിച്ചതിന് അയാളെ പണിഷ് ചെയ്യുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അയാൾക്കെതിരെ ആക്ഷൻ എടുക്കണം. ഈ കൊടുത്ത മൊമൻറ്റോ പോലും അയാൾ പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്. വലിയൊരു അവാർഡൊന്നുമില്ല, ഒരു മൊമൻറ്റോ മാത്രമല്ല. വേണ്ട, ആ മൊമൻറ്റോ തിരിച്ചു വാങ്ങിക്കൂ. അത്രയെങ്കിലും വിശാലത കാണിക്കും. ആ മനുഷ്യൻ അനുഭവിച്ച നാണക്കേടൊന്ന് ഓർത്ത് നോക്കും. പബ്ലിക്കിൻ്റെ മുമ്പിൽ ആ അനൗൺസ്മെൻറ്റിൽ അത് എഴുന്നേറ്റ് വരുന്നു, വാങ്ങിക്കാതെ നിൽക്കുന്ന അയാളെ തൊട്ടുകൊണ്ട് പ്ലീസ് വാങ്ങിക്കൂ എന്നുള്ള രീതിയിൽ അയാൾ നിൽക്കുന്നു. എത്ര വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് വ്യക്തമാകും ഇത് കാലങ്ങളായി ഇങ്ങനെയുള്ള കുറേ ക്രിമിനൽസുകൾ മുമ്പേ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് വന്ന ഒരു ഗവൺമെൻറ്റാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നുള്ളത് തീർത്തും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് പാട്ടവ്യവസ്ഥയിൽ ബ്രാഹ്മണന്മാരും അങ്ങനെയുള്ളവർ ഇരുന്ന് കുംഭവീപ്പിക്കുമ്പോൾ പാണനും പറയനും പെലയനും ഒക്കെ പാടത്ത് പണിയെടുത്തിട്ട് ആ കൊണ്ടുവരുന്ന അരി അയിത്തമില്ലാതെ കഴിക്കാൻ യവന്മാർക്ക് ഒരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല. എന്നാണ് ഇവർക്ക് ഇസ്ലാമിയർ ശത്രുക്കളായത്? എന്നാണ് ഇസ്ലാമിയർക്ക് ഇത്രയധികം പ്രശ്നം ഇവർ കണ്ടെത്തിയത്? മനസ്സിലാകുന്നില്ല കേട്ടോ. ഇസ്ലാമിയരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. മുമ്പ് ഈ അലി സഹോദരന്മാരാണ് ആദ്യമായിട്ട് ഈ ഐത്തോച്ചാടന ബില്ല് പാസ്സാക്കാനൊക്കെ ടി പി മാധവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രമേയം പാസ്സാക്കാൻ പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിൽ ഈ പ്രമേയമൊന്നും അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചെടുത്ത് അവതരിപ്പിക്കണമെന്നും ആ പ്രമേയം പാസ്സാക്കാനുള്ള പിന്താങ്ങലുകൾ നടത്തിയത് അലി സഹോദരന്മാരിൽ ഒരാളായിരുന്നു. അന്ന് തുടങ്ങി കണ്ണുകടി. ഏത് രീതിയിലും ഏതിലും വർഗീയത മാത്രം കാണുന്ന ഇവർക്ക് മുற்றுപുള്ളി വയ്ക്കാൻ മുസ്ലിംസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവിടെ ഉച്ചനീചത്വമില്ലായിരുന്നു. അവർക്ക് മറ്റൊരു ഏറ്റക്കുറച്ചിലുള്ള വ്യത്യസ്തതയിൽ ഇസ്ലാം എന്നാൽ ഇസ്ലാം എന്ന് തന്നെയായിരുന്നു അർത്ഥം. ഇപ്പോൾ ഇറാനിലും മറ്റും നടക്കുന്ന ഷിയ സുന്നിയെ പറ്റി ഞാൻ പറയുന്നില്ല. ഇനി അതൊരു വിഭാഗം കൊണ്ടുവന്ന് എന്നെ തളർത്താനും ഇരുത്താനും നോക്കരുത്. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിയർ എന്നാൽ ഇസ്ലാമിയർ എന്ന് തന്നെയാണ് അർത്ഥം. ഇസ്ലാമാണോ? ഇസ്ലാമാണ്, അത് തന്നെയാണ് അർത്ഥം. അവരുടെ യുണൈറ്റി, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്, അവരുടെ ആ കൂട്ടായ്മ, അതിൽ അവർ ചെയ്യുന്ന ആ സൽപ്രവർത്തികൾ, ഇതൊക്കെ തന്നെ ഇവർക്ക് വേദനയാണ്. പാരലായി മറ്റൊരു ഗവൺമെൻറ് സംവിധാനം പോലും ഉണ്ടാക്കാൻ തക്കവണ്ണം പ്രാപ്തരായ ശക്തരായ ഒരു പറ്റം മനുഷ്യരെ അവർ ഭയത്തോടു കൂടി നോക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഹൈദരാബാദി മുസ്ലിം ആയിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ? കാലക്രമേണ അത് മാറി വന്നിട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഈ പ്രിയോറിറ്റി മനസ്സിലാക്കാത്ത മനുഷ്യർ ആ കുട്ടികളെ അടിച്ചമർത്തുകയും ഒതുക്കുകയും പെൺകുട്ടികൾക്ക് മേൽ അധിനിവേശം നടത്തുകയും അവരെ അടിമകളായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്ത് അടുത്ത ജനറേഷൻ അത് കണ്ടിന്യൂ ചെയ്യുന്നിടത്ത് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. പിറകോട്ട് സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി അപരവൽക്കരണം സ്വയം ഏർപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കുന്ന ഈ സമൂഹത്തിലുള്ളവരെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരക്കാരുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയത കാരണം ഇന്ന് ഈ ചെയ്തത്. നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ് ഈ അഭിനേതാക്കൾ. അവർ ചെയ്യുന്ന ക്യാരക്ടർ സിനിമകളിലാണെങ്കിൽ പോലും നമുക്കത് വളരെ പ്രിയപ്പെട്ടതായും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മളുടെ നല്ല സമയങ്ങൾ നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് നമ്മളിത് കാണുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളുടെ പ്രോത്സാഹനം കൊണ്ടാണ് അവർ ആ റീച്ചിലേക്ക് എത്തുന്നത്. ആ ഒരു രീതിയിൽ അവരുടെ കലയെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നിടത്ത് അവരെ എങ്ങനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ പ്രതികരിക്കണ്ടേ? ഇന്ന് ആസിഫ് അലിക്ക് സംഭവിച്ചത് നാളെ മറ്റാർക്ക് വേണമെങ്കിലും സംഭവിക്കാം. വിനായകനെ പോലുള്ളവരും കലാഭവൻ മണിയെ പോലുള്ളവരും അനുഭവിക്കുന്ന അതേ വേദനകൾ തന്നെയാണ് ഇപ്പോൾ ആസിഫ് അനുഭവിച്ചിട്ട് പോയിട്ടുള്ളത്. ഇവർക്കിടയിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ ജാതീയത. ഇപ്പോൾ അവർ മാറി മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൻ്റെ ഭീകരമായ ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയമാവാം, അത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ആകണം. രാഷ്ട്രീയത്തിന് പകരം ഇവർ സംസാരിക്കുന്നത്, ഇവർ പറയുന്നത് വർഗീയതയാണ്. ഈ നാട് എല്ലാവരുടേതുമാണ്. ഒരു പറ്റം ജനങ്ങൾ ഒരിടത്ത് ചേർന്ന് താമസിക്കുന്നത്, ആ താമസിക്കുന്ന സ്ഥലത്തെ നമ്മളൊരു ഭൂഖണ്ഡമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമായി കൺസിഡർ ചെയ്ത് നമ്മൾ ഇവിടുന്നാണ് ബിലോങ്സ് ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് നമ്മൾ സ്വന്തമാക്കുന്ന രീതിയാണ് നമ്മൾ ഈ രാഷ്ട്രം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള നമുക്ക് എന്തിനാണ് ഈ വേർതിരിവ്? എന്തിനാണ് ഈ വിഭാഗീയത? മനുഷ്യൻ
അന്ന് ഒരൊറ്റ മതവും ജാതി, ആൺജാതി പെൺജാതി എന്ന 2 ജാതിയും പോരെ. ഇനി അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയും കൂടെ ആഡ് ഓൺ ചെയ്തോളൂ. പക്ഷേ അതിനപ്പുറം ഇത്തരത്തിലുള്ള വർഗീയതകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും നീക്കി നിർത്തുകയുമാണ് വേണ്ടത്. ഒരു ചെറിയ സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഐത്തോച്ചാടന നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്ത് അലി സഹോദരന്മാരിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റ് ചെയ്യൂ, ഞങ്ങളുടെ കയ്യിലേക്ക് തരൂ, ഞങ്ങൾ ഇത് കൊണ്ടു നടത്താം എന്ന് പറയുമ്പോൾ ആ സമയത്തും അതിന് പിന്നീടുള്ള സംഭവവികാസങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്നത് അടിമത്തമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടണം. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇവരെന്തെങ്കിലും ചേഞ്ചസ് വരുത്തും എന്നുള്ള പ്രതീക്ഷയ്ക്ക് പോലും അവിടെ ഇതില്ല. കാരണം നിങ്ങളെ പ്രതീക്ഷിക്കാനോ നിങ്ങളെ വിശ്വസിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച ശബ്ദത്തോടു കൂടി പറഞ്ഞതൊരു മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാമിയരെന്ന് കേൾക്കുമ്പോൾ എവിടുന്നോ ഹാലിളവുന്നത്. അവരുടെ യൂണിറ്റി പ്രശ്നമാണ്. തകർക്കാൻ പറ്റാതെ പൊരുതി അവരെ തോൽപ്പിക്കാൻ പറ്റാത്ത ആ ഒരു വൈഷമ്യം, ആ വൈക്ലഭ്യമാണ് ഇത്തരത്തിൽ അവരെ കൊണ്ട് പ്രയോഗിപ്പിക്കുന്നത്. ഇവിടെ 26% കേരളത്തിൽ മുസ്ലിംസ്. 26% നിൽക്കുന്ന ഈ മുസ്ലിംസ് ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. അവരെ അടിച്ച് നിലംപരിശാക്കുക പ്രാക്ടിക്കലി അല്ല. അപ്പോൾ മോശപ്പെട്ട അവരുടെ മറ്റ് വശങ്ങൾ എടുത്തു കാണിച്ച് അവരുടെ ഒരു സാമൂഹിക രീതി എല്ലാം അതിലെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അവരെ ഉപദ്രവിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവരെ കീഴ്ത്തനമായി പറഞ്ഞു കാണിച്ചുകൊണ്ട് നേടുക എന്നുള്ളത് മറ്റു വിഭാഗത്തിൻ്റെ ഒരു ഐഡിയ ആണ്. അതിന് കണക്കായി ഇവരും പോയി നിന്നു കൊടുക്കുന്നുണ്ടെന്ന് ഉള്ളത് വസ്തുത. ഇതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ നടക്കുന്നത് പിന്നോട്ടാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ഇതൊക്കെ തനിച്ച് നിന്നല്ല, ഒറ്റക്കെട്ടായി നിന്ന് പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യം പോലും നോക്കുകുത്തിയാവുന്ന, അല്ലെങ്കിൽ അത് നമ്മളെ നോക്കി പല്ലിളിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ പ്രവർത്തിക്കുന്നത്. ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ആളുകളെ വേർതിരിക്കുകയും ആ രീതിയിൽ ആളുകളെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നത് വിവരമില്ലായ്മയും ബോധമില്ലായ്മയുമാണ്. എത്രത്തോളം ബോധമുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു ചിന്താധാര തന്നെ നെഞ്ചിലേക്ക് വരിക. ആ അവാർഡ് ആര് കൊടുത്താലെന്ത്, കിട്ടിയതൊരു അവാർഡാണെന്നുള്ള ചിന്തയെങ്കിലും അയാൾക്കുണ്ടോ? അർഹതപ്പെടാത്ത ഒരു അവാർഡ് അയാൾക്ക് കൊടുക്കാൻ പോയ ആസിഫ് അലിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയ തിരിച്ചടി വളരെ മ്ലേച്ഛവും വളരെ മോശവുമായിരുന്നു. ഇത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കട്ടെ എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നു. ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ വ്യക്തിയെ പബ്ലിക്കായി തന്നെ നെഗ്ലക്റ്റ് ചെയ്യുക. ഒരു ഇതിലേക്കും ഇയാളെ ഇൻവൈറ്റ് ചെയ്യാനോ ഇയാൾക്കൊപ്പം ഒരു വേദി പങ്കിടാനോ മറ്റുള്ളവർ തയ്യാറാകാതിരിക്കുക. തീർച്ചയായിട്ടും സ്ട്രിക്റ്റായിട്ട് എടുക്കേണ്ട വളരെ വലിയ കാര്യമാണ്. സ്ട്രിക്റ്റായിട്ട് തന്നെ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട വളരെ വലിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും എടുത്തു വെച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ് ഇത്. എത്ര പേര് എടുക്കും, എത്ര പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പറയേണ്ടതാണ് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ആസിഫ് അലിയുടെ മതമാണ് പ്രശ്നം. ആസിഫ് അലി മതം മാറിയാൽ ഇത് പ്രശ്നമില്ലാണ്ടാകുമോ? അയാളുടെ മതബോധം അയാളുടെ ഉള്ളിലാണ്. ഇന്നവരെ മതത്തിനെ പറ്റിയോ മതത്തിന് വേണ്ടിയിട്ടോ മതത്തിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടോ ആസിഫ് അലി ഒരു സ്പീച്ച് നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിലരുടെ കെടുകാര്യസ്ഥത കൊണ്ടും ചിലരുടെ തലയ്ക്ക് സുഖമില്ലായ്മ കൊണ്ടും അനുഭവിക്കേണ്ടി വരിക ഇതുപോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പൂർണ്ണമായും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാനിട്ട ലൈവ് നിങ്ങൾ കയറി കണ്ടാൽ മനസ്സിലാക്കും. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡു സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.